ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് KTU ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷനാണ്. നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ് നമ്മൾ നോക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസംബർ 2021 നടന്ന എക്സാമിൻ്റെ പേപ്പറാണിത്. അതിൽ നമ്മൾ 4 മൊഡ്യൂൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നോക്കുന്നത് ഫിഫ്ത്ത് മൊഡ്യൂളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫിഫ്ത്ത് മൊഡ്യൂളിൻ്റെ സിലബസ് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണാം. ഫിഫ്ത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് മെയിനായിട്ട് 2 പോർട്ട് അനാലിസിസ് ആണ്. 2 പോർട്ട് നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സ് ആണ് ഫിഫ്ത്ത് മൊഡ്യൂൾ പറയുന്നത്. അതിൽ 2 പോർട്ട് അനാലിസിസിൽ എല്ലാ 2 പോർട്ട് അനാലിസിസ് പാരാമീറ്റേഴ്സും പറയുന്നുണ്ട്. ഇമ്പിഡൻസ്, അഡ്മിറ്റൻസ്, ട്രാൻസ്മിഷൻ, ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് പറയുന്നുണ്ട്. പിന്നെ അത് തമ്മിലുള്ള റിലേഷൻഷിപ്സ് പറയുന്നുണ്ട്. പിന്നെ റെസിപ്രോക്കൽ ആൻഡ് സിമെട്രിക് നെറ്റ്വർക്ക് എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ 2 പോർട്ട് നെറ്റ്വർക്കിനെ എങ്ങനെ ഡിഫറൻറ്റ് പാരാമീറ്റേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം എന്നതാണ് ഈ ഫിഫ്ത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിൽ നമുക്കറിയാം ക്വസ്റ്റ്യൻസ് ചോദിക്കുക 2 പാർട്ടിലാണ്, പാർട്ട് എയിലും പാർട്ട് ബിയിലും. പാർട്ട് എ എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അത് ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. അപ്പോൾ അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഫിഫ്ത്ത് മൊഡ്യൂളിന്. അതിൽ 2 ക്വസ്റ്റ്യനിലെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറൈവ് ദ കണ്ടീഷൻ ഓഫ് സിമെട്രി ആൻഡ് റെസിപ്രോസിറ്റി ഇൻ ടേംസ് ഓഫ് ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് പാരാമീറ്റേഴ്സ്. അതായത് ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സിമെട്രിയും റെസിപ്രോസിറ്റിയും ഉള്ള 2 പോർട്ട് നെറ്റ്വർക്ക് ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ നമ്മൾ നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സ് വെച്ച് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. അതായത് ഏത് പാരാമീറ്റർ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്? ഇംപിഡൻസ് പാരാമീറ്റർ വെച്ചിട്ട്, ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് പാരാമീറ്റർ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു നെറ്റ്വർക്ക് സിമെട്രിക് ആണോ റെസിപ്രോക്കൽ ആണോ എന്ന് എങ്ങനെ ഡിഫൈൻ ചെയ്യും. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്തറിയണം? ആദ്യം നമുക്ക് ഈ ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് പാരാമീറ്റേഴ്സിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് അറിയണം. അല്ലെങ്കിൽ എന്താണ് ആ പാരാമീറ്റേഴ്സ് നമുക്കറിയണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാം 2 പോർട്ട് നെറ്റ്വർക്കിന് 2 പോർട്ടുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഇൻപുട്ട് പോർട്ടും ഉണ്ടാവും, ഔട്ട്പുട്ട് പോർട്ടും ഉണ്ടാവും. അത് ഇതാണ് ഫസ്റ്റ് പോർട്ട്, ഇതാണ് സെക്കൻഡ് പോർട്ട്. അതിൽ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, ഫസ്റ്റ് പോർട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് V1, ഫസ്റ്റ് പോർട്ടിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന കറണ്ട് I1. അതേപോലെ സെക്കൻഡ് പോർട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് V2. അതേപോലെ അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് I2. അപ്പോൾ ഇങ്ങനെ ഒരു 2 പോർട്ട് നെറ്റ്വർക്കിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് പാരാമീറ്റേഴ്സ് എന്ന് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് V1 ഈസ് ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2 ആൻഡ് V2 ഈസ് ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇംപിഡൻസ് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ആ 2 പോർട്ട് നെറ്റ്വർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതിൽ Z11, Z12, Z21 ആൻഡ് Z22 ആർ ദ ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് പാരാമീറ്റേഴ്സ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇംപിഡൻസ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്? ഇതിലിപ്പോൾ നമുക്ക് Z11 ഇവാലുവേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. എന്താണ് Z11 നോക്കി? ഇതിനകത്ത് Z11 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ ഇംപിഡൻസ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ പാരാമീറ്റേഴ്സ് Z11, Z12, Z21, Z22 കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ Z11 കാൽക്കുലേറ്റ് ചെയ്യണം. Z11 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും എങ്ങനെയാണ് കിട്ടുക? Z11 I1 എന്നുള്ളത് ഒരു സൈഡിലേക്ക് എടുക്കുന്നു, ബാക്കി എല്ലാത്തിനെയും ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. കൂടാതെ നമ്മൾ ഒരു പാരാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പാരാമീറ്ററിനെ, ഒരു പർട്ടിക്കുലർ വേരിയബിളിനെ നമ്മൾ എന്താക്കി വെക്കും? 0യോ 1ഓ ആക്കി വെക്കും. അപ്പോൾ ആക്ച്വലി ഇവിടുത്തെ കേസിൽ നമ്മൾ Z11 ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ I2 എന്ന് പറയുന്ന ആളെ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? Z11 ഈസ് ഈക്വൽ ടു V1 ഡിവൈഡഡ് ബൈ I1 എന്ന് കിട്ടും. അപ്പോൾ I2നെ 0 ആക്കി വെക്കുമ്പോൾ Z11 കിട്ടും. അപ്പോൾ Z11 നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ? Z11 എന്ന് പറയുന്നത് ആക്ച്വലി V1 ഡിവൈഡഡ് ബൈ I1 ആണ് കിട്ടുന്നത്. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് എന്ന് പറയുന്നത് ഒരു ഇംപിഡൻസ് ആണ് അല്ലേ? അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? ഇംപിഡൻസ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ സർക്യൂട്ടഡ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ I2 0 ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് Z11 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി Z12 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ I1നെ 0 ആക്കി വെക്കണം. അപ്പോൾ ഓരോ സമയത്തും ഒരു സൈഡിലെ കറണ്ട് 0 ആക്കി വെച്ചിട്ടാണ് നമ്മൾ ഓരോ പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് 0 ആക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ? ഓപ്പൺ സർക്യൂട്ട് ചെയ്യാന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഈ പാരാമീറ്റേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ പാരാമീറ്റേഴ്സിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു 2 പോർട്ട് നെറ്റ്വർക്കിൽ സിമെട്രി ആൻഡ് റെസിപ്രോസിറ്റി കണ്ടീഷൻ എങ്ങനെയാണ് ഈ ഇംപിഡൻസ് പാരാമീറ്റേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് സിമെട്രി കണ്ടീഷൻസിൽ വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് സിമെട്രി എന്ന് പറയുന്ന കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആക്ച്വലി നമ്മൾ എന്താണ് കണ്ടീഷൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 പോർട്ടുകൾ ഉണ്ടല്ലോ, അതിൽ ഇപ്പം ഈ പോർട്ടിലുള്ള V1 ബൈ I1 എന്ന് പറയുന്നതും ആ പോർട്ടിലെ V2 ബൈ I2 എന്ന് പറയുന്നതും സെയിം ആയിരിക്കണം. അതായത്
the V1 divided by I1 and V2 divided by I2 should be 0. കൂടാതെ V1 by I1 എടുക്കുന്ന സമയത്ത് നമ്മൾ I2നെ 0 ആയിട്ട് കൺസിഡർ ചെയ്യും. V2 by I2 എടുക്കുന്ന സമയത്ത് നമ്മൾ I1നെ 0 ആയിട്ട് കൺസിഡർ ചെയ്യും. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ സിമെട്രി. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് ആണെങ്കിൽ അത് സിമെട്രിക് നെറ്റ്വർക്ക് ആണെന്ന് നമുക്ക് പറയാം. കാരണം നിങ്ങൾ നോക്കുക, ഇതൊരു 2 പോർട്ട് നെറ്റ്വർക്ക് ആണ്. അതിൻ്റെ ഈ സൈഡിൽ, അതായത് നമ്മളെ പോർട്ട് 1 സൈഡിൽ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നോ അത് തന്നെ ഔട്ട്പുട്ട് സൈഡിലും റേഷ്യോ ആയിട്ട് കിട്ടുന്നു. അപ്പോൾ ആക്ച്വലി അതൊരു സിമെട്രിക് കണ്ടീഷനാണ്. അപ്പോൾ സിമെട്രി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ഈ നെറ്റ്വർക്ക് പാരാമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ V1 ഡിവൈഡഡ് ബൈ I1 when I2 is equal to 0. അപ്പോൾ I2നെ നമ്മൾ 0 ആക്കി വെച്ചു. I2നെ 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്താ വരിക? V1 is equal to Z11 into I1. അതിൽ what is Z11? Z11 is equal to V1 by I1 when I2 equal to 0. അപ്പോൾ ആക്ച്വലി ഇതെന്താണ്? ദിസ് ഈസ് Z11. ഇനി അതേപോലെ നിങ്ങൾ I1നെ 0 ആക്കി നോക്ക്. I1നെ 0 ആക്കി നോക്കും. ഇത് ഈ കണ്ടീഷനിൽ ഈ ഇതിൽ I1നെ 0 ആക്കി നോക്കിയേ. I1നെ 0 ആക്കി നോക്കുമ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ വരിക? V2 is equal to Z22 I2. So V2 divided by I2 is equal to Z22. അപ്പോൾ ആക്ച്വലി V2 by I2 when I1 is equal to 0 എന്ന് പറയുന്നത് എന്താ? Z22. അപ്പോൾ ആക്ച്വലി സിമെട്രിക് നെറ്റ്വർക്ക് ആവുന്ന സമയത്ത് എന്ത് കണ്ടീഷൻസ് ആണ് നമുക്ക് കിട്ടുക? Z11 should be equal to Z22. ഇതാണ് ഒരു ഇതിലെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് സിമെട്രി കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ ആണിത്. ഇങ്ങനെ ഒരു Z11 is, if Z11 is equal to Z22, we can say the 2 port network is symmetric. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റെസിപ്രോസിറ്റി പ്രൂവ് ചെയ്യാനാണ്. റെസിപ്രോസിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ എങ്ങനെ 2 പോർട്ട് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇംപിഡൻസ് പാരാമീറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും ഒരു 2 പോർട്ട് നെറ്റ്വർക്കിൽ. അപ്പോൾ ഈ റെസിപ്രോസിറ്റി പറയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ഈ നെറ്റ്വർക്ക് കൺസിഡർ ചെയ്യാം. ഈ നെറ്റ്വർക്കിൽ നമ്മളിപ്പോൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു V1. ആ സമയത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നു ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഒന്നും കൊടുക്കുന്നില്ല. സെക്കൻഡ് പോർട്ടിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ സെക്കൻഡ് പോർട്ടിൽ എന്തുണ്ട്? ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് I2. അത് എന്തുകൊണ്ടാണ്? ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് കാരണം. അപ്പോൾ നമുക്കൊരു റേഷ്യോ കണ്ടുപിടിക്കാം. V1 divided by I2 provided V2 is equal to 0. അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാം. അതിൻ്റെ വാല്യൂ എക്സ് ആണെന്ന് വിചാരിക്കാം. നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കിട്ടിയെന്ന് വിചാരിക്കാം. ഇനി അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് എടുക്കുക. അതിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. സെക്കൻഡ് പോർട്ടിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. ഇൻപുട്ടിൽ വോൾട്ടേജ് 0 ആയിട്ട് വെക്കുക. എന്നിട്ട് ഇൻപുട്ടിലെ കറണ്ട് കണ്ടുപിടിക്കുക. കാരണം ഇവിടെ ഒരു ഔട്ട്പുട്ടിൽ നമ്മൾ സെക്കൻഡ് പോർട്ടിൽ ഇൻപുട്ട് കൊടുക്കുന്ന കാരണം ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? V2 divided by I1 റേഷ്യോ എടുക്കുന്നു വിത്ത് V1 is equal to 0. അത് നമുക്ക് y കിട്ടി എന്ന് വിചാരിക്കാം. അപ്പോൾ if x is equal to y, we can say the network is reciprocal. ഈ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ നെറ്റ്വർക്കിന് റെസിപ്രോക്കൽ നെറ്റ്വർക്ക് ആണെന്ന് പറയുന്നത്. അതായത് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് സൈഡിലിരിക്കുന്നു, ഔട്ട്പുട്ട് സൈഡിൽ അതുകൊണ്ട് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. നമ്മൾ റേഷ്യോ എടുക്കുന്നു V1 by I2. അതായത് റേഷ്യോ ഓഫ് എക്സൈറ്റേഷൻ ടു ദ റെസ്പോൺസ്. ഇനി നമ്മൾ അതേ സോഴ്സിന് എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ റെസ്പോൺസ് ഇൻപുട്ടിലുണ്ട് എന്ന് കൺസിഡർ ചെയ്യുന്നു. അവിടെ നമ്മൾ റേഷ്യോ എടുക്കുന്നു V2 by I1. ലെറ്റ് ഇറ്റ് ബി y. If these two ratios are same, we can say the network is reciprocal. അങ്ങനെയാണ് നമ്മൾ റെസിപ്രോസിറ്റി പ്രൂവ് ചെയ്യുക. അപ്പോൾ റെസിപ്രോസിറ്റി കണ്ടീഷനിൽ ഈ ഒരു 2 സംഭവങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? Z11, Z12, Z21, Z22 അതിൻ്റെ ടേംസിൽ നമുക്ക് ഈ റെസിപ്രോസിറ്റി കണ്ടീഷൻ എക്സിബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ സിമെട്രി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ, സിമെട്രി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് Z11 ഷുഡ് ബി ഈക്വൽ ടു Z22 എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഒരു കണ്ടീഷൻ ഇവിടെ റെസിപ്രോസിറ്റിയിൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. V1 by I2 provided V2 is equal to 0. അപ്പോൾ നമ്മൾ V2 equal to 0 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എവിടെ? സെക്കൻഡ് ഇക്വേഷനിലല്ലേ V2 ഉള്ളത്. അതിന് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 equal to Z21 I1 plus Z22 I2. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി വേണ്ടുന്നത് V1 divided by I2 ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് V1 divided by I2 കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ V1 by I2 കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ I1ന്റെ ടേം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? I1 in terms of I2 കണ്ടുപിടിക്കാം. അതായത് Z21 I1 is equal to minus Z22 I2 and we can write I1 is equal to minus Z22 I2 divided by Z21. എന്നിട്ട് ഈ I1ന്റെ വാല്യൂ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദ ഫസ്റ്റ് ഇക്വേഷൻ ബിക്കം V1 is equal to Z11 I1ന് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു മൈനസ് Z22 I2 divided by Z21 plus Z12 I2.
ഓക്കെ, ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് എഴുതാം Z11 Z22 വിത്ത് എ മൈനസ് ഇൻറ്റു I2 പ്ലസ് ഈ Z21 അപ്പുറം കൊണ്ടുപോകുന്ന സമയത്ത് Z12 ഇൻറ്റു Z21 I2 ഹോൾ ഡിവൈഡഡ് ബൈ Z21. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു കണ്ടീഷൻ കിട്ടും. ഇതിൻ്റെ അകത്ത് നമുക്ക് റേഷ്യോ കണ്ടുപിടിച്ചൂടെ? V1 ബൈ I2 കോമൺ അല്ലേ, സോ വി ക്യാൻ റൈറ്റ് V1 ബൈ I2. ഈ കണ്ടീഷൻ നമ്മൾ എടുത്ത എങ്ങനെയാ? V1 ഈസ് ഈക്വൽ ടു 0 കൊടുത്തിട്ടല്ലേ, സോ ദിസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? Z12 Z21 മൈനസ് Z11 Z22 ഡിവൈഡഡ് ബൈ Z21. ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്? ഈ ഒരു കേസ് കൺസിഡർ ചെയ്തിട്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് ഈ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഈ കണ്ടീഷൻ കൂടെ അതിൻ്റെ അകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ രണ്ട് റേഷ്യോസും സെയിം ആണെങ്കിൽ മാത്രമേ സർക്യൂട്ട് റെസിപ്രോക്കൽ ആവൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് ഇവിടെ കിട്ടി. ഇതേ പ്രൊസീജിയറിൽ നമ്മൾ സെക്കൻഡ് കണ്ടീഷനും ചെയ്യാം. ഇതേ പ്രൊസീജിയറിൽ നമ്മൾ സെക്കൻഡ് ചെയ്യേണ്ടത്? V1 0 ആയിട്ട് കൊടുക്കുക. V1 0 ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ I2ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക ഇൻ ടേംസ് ഓഫ് I1. എന്നിട്ട് ആ I2യുടെ ഇക്വേഷൻ ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ I2ന് പകരം I1ന്റെ ടേംസിൽ വരും. അപ്പോൾ നമുക്ക് റേഷ്യോ എന്ത് കിട്ടും? V2 ഡിവൈഡഡ് ബൈ I1 വിത്ത് V1 ഈസ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ കിട്ടും. അതെന്താ? Z21 Z12 മൈനസ് Z22 Z11 ഡിവൈഡഡ് ബൈ Z12. ഇതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഒന്ന് കമ്പയർ ചെയ്തേ. ഫസ്റ്റ് ഇക്വേഷൻ Z11 Z21 മൈനസ് Z11 Z22. ന്യൂമറേറ്റർ സെയിം അല്ലേ? Z21 Z12 മൈനസ് Z22 Z11. ന്യൂമറേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ ഒന്ന് നോക്കിയേ. ഫസ്റ്റ് കേസിൽ ഡിനോമിനേറ്റർ Z21, സെക്കൻഡ് കേസിൽ ഡിനോമിനേറ്റർ Z12. അപ്പോൾ നെറ്റ്വർക്ക് റെസിപ്രോക്കൽ ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ഈ രണ്ട് റേഷ്യോസും 1ഉം 2ഉം റേഷ്യോസ് സെയിം ആവണം. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 1ഉം 2ഉം റേഷ്യോസ് സെയിം ആവണമെങ്കിൽ എന്തായിരിക്കണം? ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആയിരിക്കണം. സോ വി ക്യാൻ റൈറ്റ് Z12 ഷുഡ് ഈക്വൽ ടു Z21. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി. അപ്പോൾ റെസിപ്രോസിറ്റിക്കും സിമെട്രിക്കും വേണ്ടിയുള്ള കണ്ടീഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെഡ്യൂസ് ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് ട്രാൻസ്മിറ്റൻസ് പാരാമീറ്റർ. ട്രാൻസ്മിറ്റൻസ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ്, അതായത് രണ്ട് ടൈപ്പ് ഓഫ്, നമുക്ക് 4 ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് പഠിക്കാനുണ്ട്. അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ് ഉണ്ട്, ഇംപിഡൻസ് പാരാമീറ്റർ ഉണ്ട്, എച്ച് പാരാമീറ്റർ ഉണ്ട്, ഹൈബ്രിഡ് പാരാമീറ്റർ ഉണ്ട്. അതേപോലെ ഒരാളാണ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ അല്ലെങ്കിൽ ABCD പാരാമീറ്റർ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാരാമീറ്റേഴ്സിനെ എഴുതിയിട്ട്, അതായത് Z പാരാമീറ്റേഴ്സിനെയും ABCD പാരാമീറ്ററിനെയും കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഇംപിഡൻസ് പാരാമീറ്ററിനെ ട്രാൻസ്മിറ്റൻസ് പാരാമീറ്റേഴ്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. ഇംപിഡൻസ് പാരാമീറ്റർ എന്ന് പറയുന്നത് Z പാരാമീറ്റേഴ്സ്, ട്രാൻസ്മിറ്റൻസ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ABCD പാരാമീറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സെഡിന്റെ ഫോമിലായിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. പക്ഷേ അവിടെ Z ഉണ്ടാവാൻ പാടില്ല, പകരം ABCD ടേംസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അല്ലെങ്കിൽ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ Z11 Z12 Z22 Z21 ഇതിന് പകരം നമ്മൾ ABCD എന്നുള്ള വേരിയബിൾസ് ഉപയോഗിച്ചിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് വരിക എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും Z11 Z12 Z22 Z21? അപ്പോൾ നിങ്ങൾ ആ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഇതിനെ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിൽ സെക്കൻഡ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഈസ് സെക്കൻഡ് ഇക്വേഷൻ? I1 ഈസ് ഈക്വൽ ടു CV2 മൈനസ് DI2. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Z പാരാമീറ്റേഴ്സാണ്. Z പാരാമീറ്റേഴ്സ് ഒന്ന് നോക്കിയേ. Z പാരാമീറ്റേഴ്സിൽ ഇൻപുട്ടായിട്ട് വരുന്നത് വോൾട്ടേജും, അല്ലെങ്കിൽ ഒരു സൈഡിൽ വരുന്നത് വോൾട്ടേജും മറ്റേ സൈഡിൽ വരുന്നത് രണ്ട് കറണ്ടുമാണ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു സൈഡിൽ കറണ്ടും മറ്റേ സൈഡിൽ റൈറ്റ് സൈഡിൽ വോൾട്ടേജ് കറണ്ടും രണ്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നോക്കിയാൽ CV2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? I1 പ്ലസ് DI2 എന്ന് എഴുതാം അല്ലേ? CV2 is equal to I1 plus DI2 എന്ന് എഴുതാം. So from this we can write V2 is equal to 1 by C times I1 plus D by C into I2. ഇങ്ങനെ വരും. ഈ എക്സ്പ്രഷനും ഒന്ന് കമ്പയർ ചെയ്തേ. ഇൻപുട്ട് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ V2,
ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ V2. റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയേ I1ഉം I2. റൈറ്റ് ഹാൻഡ് സൈഡിൽ I1ഉം I2 അല്ലേ? അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർലി എന്ത് എഴുതാം? Z21 ഈസ് ഈക്വൽ ടു 1/C, Z22 ഈക്വൽ ടു D/C. ഇങ്ങനെ എഴുതിക്കൂടെ? കറക്റ്റ് അല്ലേ? കാരണം എന്താ, ഈ രണ്ട് ഇക്വേഷൻസും സെയിം ആയിട്ടല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു സൈഡിൽ V2, റൈറ്റ് ഹാൻഡ് സൈഡിൽ I1 ആൻഡ് I2. അതായത് V2 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് I2. ഈ എക്സ്പ്രഷൻ എന്താ? V2 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് I2. അപ്പോൾ നമുക്ക് അതിന് രണ്ടിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? Z21ഉം Z22ഉം കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൽ രണ്ട് പാരാമീറ്റേഴ്സിന് നമുക്ക് കിട്ടി. ഇനി Z11ഉം Z22ഉം Z12ഉം കണ്ടാൽ പോരെ? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ഏത് ഫോമിലാണുള്ളത്? ഒരു സൈഡിൽ V1, മറ്റേ രണ്ട് സൈഡിൽ I1 ആൻഡ് I2. അതേപോലെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ V2ന്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? അപ്പോൾ നമുക്കിവിടെ V2ന്റെ എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. ഈ V2ന്റെ എക്സ്പ്രഷൻ നമ്മൾ ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സ്പ്രഷനിൽ എന്താണ് ലെഫ്റ്റ് സൈഡിലുള്ളത്? V1 അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഈ എക്സ്പ്രഷൻ്റെ അകത്താണ് Z11ഉം Z12 ഉള്ളത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനി Z11ഉം Z12 ആണ്. അപ്പോൾ Z11ഉം Z12 ഉള്ള എക്സ്പ്രഷൻ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ V1 ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വേണം? ലെഫ്റ്റ് സൈഡിൽ V1 വേണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ V1 ഉള്ള എക്സ്പ്രഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. പക്ഷേ റൈറ്റ് സൈഡിൽ I1 I2 വേണം. ഈ എക്സ്പ്രഷനിൽ റൈറ്റ് സൈഡിൽ I2 മാത്രമേ ഉള്ളൂ, I1 ഇല്ല, പകരം V2 ആണുള്ളത്. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ച V2ൻ്റെ അകത്ത് I1ഉം I2ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ ഈ V2യുടെ എക്സ്പ്രഷൻ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. V2 അല്ലേ നമുക്ക് വേണ്ടാത്തുള്ളൂ. അപ്പോൾ V2ന്റെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് I2 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കംപ്ലീറ്റ് റൈറ്റ് സൈഡ് I1 ആൻഡ് I2ന്റെ ടേംസിലാവും. നമുക്കത് എഴുതി നോക്കാം. സോ നമ്മുടെ ട്രാൻസ്ഫോം ചെയ്യേണ്ട എക്സ്പ്രഷൻ എന്ന് പറയുന്നത് V1 ഈസ് ഈക്വൽ ടു AV2 മൈനസ് BI2 ആണ് അല്ലേ? അതിൽ V2ന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ A ഇൻറ്റു 1/C ടൈംസ് I1 പ്ലസ് D/C ടൈംസ് I2. പിന്നെ കഴിഞ്ഞോ? ഓക്കെ, V2ന്റെ എക്സ്പ്രഷൻ കിട്ടി, മൈനസ് BI2. സോ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെഴുതാം. ഇതിനെ റീഅറേഞ്ച് ചെയ്തെഴുതുമ്പോൾ എന്ത് വരും? A/C I1 പ്ലസ് AD/C I2 മൈനസ് BI2. അതിൽ I2ന്റെ ടേംസിനെ മുഴുവൻ ഒരുമിച്ച് എടുത്ത് എഴുതി കഴിഞ്ഞാൽ A/C I1 പ്ലസ് AD/C മൈനസ് B ടൈംസ് I2 ഈക്വൽ ടു V1. ഇനി ഈ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് നോക്കിയേ. V1 ലെഫ്റ്റ് സൈഡിൽ V1, ലെഫ്റ്റ് സൈഡിൽ V1, റൈറ്റ് സൈഡിൽ I1 I2, റൈറ്റ് സൈഡിൽ I1 I2. അപ്പോൾ ഈ പാരാമീറ്റർ തീർച്ചയായിട്ടും എന്തായിരിക്കും? ഈ പാരാമീറ്റർ ആയിരിക്കില്ലേ Z11. അതേപോലെ ഈ പാരാമീറ്റർ എന്തായിരിക്കും? ഇതായിരിക്കില്ലേ Z12. അപ്പോൾ ഓൾറെഡി നമ്മൾ ഏതൊക്കെ പാരാമീറ്റേഴ്സ് കണ്ടിട്ടുണ്ട്? Z22യും Z11ഉം കണ്ടു അല്ലേ? Z22ന്റെ വാല്യൂയും Z11ന്റെ വാല്യൂയും Z21ന്റെ വാല്യൂയും Z22ന്റെ വാല്യൂ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാരാമീറ്റർ Z11 ഈസ് ഈക്വൽ ടു A/C ആൻഡ് Z12 ഈസ് ഈക്വൽ ടു AD/C മൈനസ് B. ഓക്കെ, അപ്പോൾ നമ്മൾ Z11 കിട്ടി, Z12 കിട്ടി, Z21 കിട്ടി, Z22 കിട്ടി. ഓക്കെ, അപ്പോൾ ഒരു പാരാമീറ്ററിന്റെ ടേമിൽ മറ്റേ പാരാമീറ്ററിനെ എക്സ്പ്രസ് ചെയ്യുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻസ് കമ്പയർ ചെയ്യുക. ഇക്വേഷൻസ് കമ്പയർ ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്നത് ഏത് റിലേഷനാണെന്ന് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ എന്താ വേണ്ടത്, റൈറ്റ് സൈഡിൽ എന്താ വേണ്ടതെന്ന് നോക്കുക. എന്നിട്ട് ഒന്നിനെ മറ്റൊന്നിൻ്റെ ടേമിൽ കൊണ്ടുവരിക്കാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കുക ഇക്വേഷൻസ് എഴുതിയിട്ട്. അതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത്. എന്നാൽ നമുക്ക് പാർട്ട് ബി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. പാർട്ട് ബി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമൈൻ ദ Y പാരാമീറ്റർ ഓഫ് ദ ഫോളോയിങ് നെറ്റ്വർക്ക്. ഇതിൻ്റെ അകത്ത് Y പാരാമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ഏതൊക്കെയാ? ABCD പാരാമീറ്റർ പറഞ്ഞു, Z പാരാമീറ്റർ പറഞ്ഞു അല്ലേ? ഇതിൻ്റെ അകത്ത് Y പാരാമീറ്റർ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു നെറ്റ്വർക്ക് തന്നിട്ട് Y പാരാമീറ്റർ കണ്ടുപിടിക്കണം. ഇനി എന്താണ് Y പാരാമീറ്റർ? Z പാരാമീറ്റർ നമ്മൾ പറഞ്ഞു. Z പാരാമീറ്റർ എന്താ? ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ V, റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് കറണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? Y പാരാമീറ്റർ. കാരണം Z എന്ന് പറയുന്നത് പിന്നെ എന്താണ്? ഇമ്പിഡൻസ് ആണ്. Y എന്ന് പറയുന്നത് അഡ്മിറ്റൻസ് ആണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ വരിക. സോ വി ക്യാൻ റൈറ്റ് ദ Y പാരാമീറ്റേഴ്സ് ഇക്വേഷൻസ് ആസ് I1 ഈസ് ഈക്വൽ ടു Y11 V1 പ്ലസ് Y12 V2 ആൻഡ് I2 ഈസ് ഈക്വൽ ടു Y21 V1 പ്ലസ് Y22 V2. ഇങ്ങനെയാണ് നമ്മൾ ആരെ റെപ്രസെന്റ് ചെയ്യുക?
വൈ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ടു പോർട്ട് നെറ്റ്വർക്കിന്റെ എക്സ്പ്രഷൻ എഴുതാം. V1 എന്താ, V2 ഏതാ, I1 ഏതാ, I2 ഏതാന്നൊന്നും പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, നിങ്ങൾക്ക് പറയില്ലേ. കാരണം ഇൻപുട്ട് സൈഡിലുള്ള വോൾട്ടേജ് V1, ഇൻപുട്ട് സൈഡിലുള്ള കറണ്ട് I1, ഔട്ട്പുട്ട് സൈഡിലുള്ള വോൾട്ടേജ് V2, ഔട്ട്പുട്ട് സൈഡിലുള്ള കറണ്ട് I2. അപ്പോൾ ഈ എക്സ്പ്രഷൻസിനകത്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? Y11, Y12, Y21, Y22 ഇതെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ്പ്രഷൻ നമുക്ക് കിട്ടണം. I1 ഇൻ ടേംസ് ഓഫ് V1 ആൻഡ് V2 നമുക്ക് കിട്ടണം. അതേപോലെ I2 ഇൻ ടേംസ് ഓഫ് V1 ആൻഡ് V2 നമുക്ക് കിട്ടണം. അങ്ങനെ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഈ സർക്യൂട്ടിൻ്റെ അകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻസ് കമ്പയർ ചെയ്തിട്ട് Y11 എന്താ, Y12 എന്താ, Y21 എന്താ, Y22 എന്താന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിനെ ഒന്നും കൂടെ ഞാനിവിടെ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്താ എക്സ്പ്രഷൻസ് വേണ്ടത്? നമുക്ക് I1 ഇൻ ടേംസ് ഓഫ് V1 ആൻഡ് V2, അതേപോലെ I2 ഇൻ ടേംസ് ഓഫ് V1 ആൻഡ് V2 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇക്വേഷനിൽ കംപ്ലീറ്റ് നമുക്കിപ്പോൾ ഏത് നെറ്റ്വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അറിയാവുന്ന അനാലിസിസ് അതിൻ്റെ അകത്ത് നടത്തും. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻസ് കിട്ടും. എക്സ്പ്രഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന എക്സ്പ്രഷൻസ് ആണോ കിട്ടിയത് എന്ന് കമ്പയർ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് നമുക്ക് വേണ്ടുന്ന തരത്തിലേക്ക് അതിനെ മാറ്റും. അപ്പോൾ ആക്ച്വലി നമുക്ക് ഈ കിട്ടിയ സർക്യൂട്ടിനകത്ത് നമുക്ക് അറിയാവുന്ന ഒരു അനാലിസിസ് നമ്മളിവിടെ നടത്തുകയാണ്. അതായത് നോഡൽ അനാലിസിസ് നടത്തുകയാണ്. അപ്പോൾ നോഡൽ അനാലിസിസ് നടത്തുമ്പോൾ എല്ലാ നോഡിലെയും വോൾട്ടേജ് നമുക്കറിയണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ റെഫറൻസ് നോഡായിട്ട് ഇയാളെ കൺസിഡർ ചെയ്യുന്നു. പിന്നെ ഇവിടെ ഈ ഒരു നോഡ് ഉണ്ട്. ഈ ഒരു നോഡിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താ? ഇൻപുട്ട് നോഡാണ് അല്ലെ. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് V1 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അതേപോലെ ഈ ഒരു നോഡിലെ വോൾട്ടേജ് എന്താ? ഇത് ഈ സൈഡിലെ ഔട്ട്പുട്ട് സൈഡിലെ നോഡാണ്. അത് ഈ സെയിം നോഡാണ്. അവിടുത്തെ വോൾട്ടേജ് V2 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് V1, ഇവിടുത്തെ വോൾട്ടേജ് V2. ഞാൻ തൽക്കാലം V1 എഴുതുന്നില്ല, കാരണം ഇറ്റ് ഇസ് ക്ലിയർ. ലാപ്ലേസ് ഡൊമെയിനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് V1, അവിടുത്തെ വോൾട്ടേജ് V2. ഇനി ഈ മിഡിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഈ ബ്രാഞ്ചിലുള്ള വോൾട്ടേജിനെ നമ്മൾ അസ്യൂം ചെയ്യുന്നു ലെറ്റ് ഇറ്റ് ബി VY ആണെന്ന് വിചാരിക്കാം തൽക്കാലം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 3 നോഡിലും എന്ത് അപ്ലൈ ചെയ്യാം? KCL അപ്ലൈ ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് നോഡിൽ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഫസ്റ്റ് നോഡിൽ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടാൻ നോക്കാം. അവിടെ ഏതൊക്കെ കറണ്ട്സാണ് ഉള്ളത്? ഒരു കറണ്ട് I1 എന്ന് പറയുന്ന കറണ്ട് നോഡിലേക്ക് വരുന്നുണ്ട്. അത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 കറണ്ട്സുകൾ, ഒരു കറണ്ട് ഇതിൽ കൂടെ പോകുന്നുണ്ടാവും, ഒരു കറണ്ട് ഇതിൽ കൂടെ പോകുന്നുണ്ടാവും അല്ലേ. അതിൽ ഈ പാത്തിൽ കൂടെ പോകുന്ന കറണ്ടിന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് അറിയാം, ഇവിടുത്തെ വോൾട്ടേജ് അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ വോൾട്ടേജ് മൈനസ് ഈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ നടുവിലുള്ള റെസിസ്റ്റൻസ്. ഇനി അതേപോലെ നമുക്ക് ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ടിന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടുത്തെ വോൾട്ടേജ് അറിയാം, ഇവിടുത്തെ വോൾട്ടേജ് അറിയാം. അപ്പോൾ ഈ വോൾട്ടേജ് മൈനസ് ഈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്പിഡൻസ്. ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റും. ഇത് ഇൻഡക്ടർ അല്ലേ. ഇൻഡക്ടർ അതും തന്നിരിക്കുന്നത് എന്താ? 2S എന്നാണ് ഇൻഡക്ടറിന്റെ വാല്യൂ തന്നിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി അത് ലാപ്ലേസ് ഡൊമെയിനിൽ അതിന് ഇമ്പിഡൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു ഇൻഡക്ടർ ഉണ്ടെങ്കിൽ ആ ഇൻഡക്ടർ L ആണ് ആ ഇൻഡക്ടറിന്റെ വാല്യൂ എങ്കിൽ അതിന് ലാപ്ലേസ് ഡൊമെയിനിൽ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുക? SL എന്നും പറഞ്ഞിട്ടാണ് കൺസിഡർ ചെയ്യുക. L എന്ന് പറഞ്ഞാൽ ഹെൻറിയിലാണ് ഇൻഡക്ടൻസിനെ നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ SL ആവുന്ന സമയത്ത് അതിൻ്റെ യൂണിറ്റ് എന്തായിട്ട് മാറി? ഓം ആയിട്ട് മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തായിട്ടാണ് ഇപ്പം കണക്കാക്കുന്നത്? ഇമ്പിഡൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് ക്ലിയർലി ഇറ്റ് ഇസ് എൻ ഇമ്പിഡൻസ്. അപ്പോൾ നമുക്ക് KCL ഇക്വേഷൻ എഴുതി നോക്കാം. KCL ഇക്വേഷനിൽ എന്താ വരിക? നമുക്കറിയാം I1 എന്ന് പറയുന്നത് ഇൻകമിംഗ് ആണ്, ബാക്കി രണ്ടും ഔട്ട് ഗോയിങ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇൻകമിംഗ് ആയിട്ടുള്ള കറണ്ടിന് ഒരു സൈഡിലും ഔട്ട് ഗോയിങ് ആയിട്ടുള്ള കറണ്ടിന് മറ്റേ സൈഡിലും എഴുതാം. അങ്ങനെയാണെങ്കിൽ സൈൻ മാറ്റി എഴുതേണ്ട ആവശ്യമില്ലല്ലോ. സോ വി ക്യാൻ റൈറ്റ് I1 ഈസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു ഞാൻ S എഴുതുന്നില്ല, I1 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഈ കറണ്ട് ഫസ്റ്റ് ഈ കറണ്ടിനെ കൺസിഡർ ചെയ്യാം. എന്താണ് ആ കറണ്ട് വരിക? V1 മൈനസ് VY ഡിവൈഡഡ് ബൈ നടുവിലുള്ള റെസിസ്റ്റൻസ് 2 പ്ലസ് ഇവിടുത്തെ വോൾട്ടേജ്. ഈ കറണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. സോ V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ 2S. ഇമ്പിഡൻസ് 2S ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ സോ ദിസ് ഈസ് ഈക്വൽ ടു V1/2 പിന്നെ മൈനസ് VY/2 മൈനസ് VY/2 പ്ലസ് V1/2S മൈനസ് V2/2S. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പിഡൻസ് അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സിൽ ലെഫ്റ്റ് സൈഡിൽ കറണ്ട് വേണം, റൈറ്റ് സൈഡിൽ വോൾട്ടേജ് വേണം. നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ ഒന്ന് നോക്കിയേ. ലെഫ്റ്റ് സൈഡിൽ കറണ്ട് ഉണ്ട്, I1 ഉണ്ട്, റൈറ്റ് സൈഡിൽ വോൾട്ടേജസും ഉണ്ട്. പക്ഷെ അതിൽ ഒരാൾ മാത്രം നമുക്ക് അൺനോൺ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആരാ? VYൻ്റെ ടേമിലല്ല നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത്. നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത് V1ൻ്റെയും V2ൻ്റെയും ടേംസിലാണ്. നിൽക്കട്ടെ, നമുക്കത് ശരിയാക്കാം. ഇനി രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഏത് നോഡിലാണ് KCL അപ്ലൈ ചെയ്തത്? ഈ നോഡിലാണ് നമ്മൾ KCL
KCL അപ്ലൈ ചെയ്ത്. ഇനി നമ്മൾ ഈ നോഡിൽ KCL അപ്ലൈ ചെയ്യാലോ. ഈ നോഡിൽ നമുക്ക് KCL അപ്ലൈ ചെയ്യാം. ആ നോഡിൽ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഏതൊക്കെ കറണ്ട്സ് ആണുള്ളത്? ഒരു കറണ്ട് ഇൻകമിംഗ് ഉണ്ട് I2, ബാക്കി ഒരു കറണ്ട് ഇതിൽ കൂടെ പോകുന്നു, അടുത്ത കറണ്ട് ഇതിലൂടെ പോകുന്നു. അപ്പോൾ KCL ഇക്വേഷൻ എന്ന് പറഞ്ഞേ. സോ വി ക്യാൻ റൈറ്റ് നോഡ് 2 KCL. നോഡ് 2 KCL എന്താ വരിക? I2 എന്ന് പറയുന്ന ഇൻകമിംഗ് കറണ്ട്, അതുകൊണ്ട് അതിന് ഒരു സൈഡിൽ എഴുതുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം? ഏതൊക്കെ കറണ്ട്സാണ് വരുന്നത്? ഒരു കറണ്ട് V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ 2S അല്ലേ? V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ 2S പ്ലസ് ഈ കറണ്ട് എത്രയാ? V2 മൈനസ് Vy ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം പറ്റുന്ന ആളാരാ? ഈ ആളെ നമുക്കറിയില്ല. അതായത് Vy എന്ന് പറയുന്ന ടേം നമുക്കൊരു എക്സ്ട്രാ ടേം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. Vy ഇല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് നോഡിൽ ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി ഇവിടെ ഒരു നോഡും കൂടിയുണ്ട്, Vy എന്ന് പറയുന്ന നോഡും കൂടിയുണ്ട്. അപ്പോൾ ആ നോഡിലും കൂടെ നമ്മൾ KCL എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ഒന്നും കൂടെ ക്ലിയർ ആവും. നമുക്ക് നോക്കാം എന്താ വരിക. ഈ നോഡിലെ കറണ്ട് എന്ന് പറയുന്നത് ഒരു കറണ്ട് ഇത് ഇങ്ങനെ പോകുന്നുണ്ട്, ഒരു കറണ്ട് ഇങ്ങനെ പോകുന്നു, ഒരു കറണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അവിടുത്തെ KCL, അതായത് Y എന്ന് പറയുന്ന നോഡിൽ നമ്മൾ KCL എഴുതുന്നു. Y എന്ന് പറയുന്ന നോഡിൽ KCL എഴുതുന്നു. എന്ത് കിട്ടും നമുക്കൊന്ന് നോക്കിയേ. Vy മൈനസ് V1 ഡിവൈഡഡ് ബൈ 2 ഈ കറണ്ടായി, പ്ലസ് Vy ഡിവൈഡഡ് ബൈ 2S ഈ കറണ്ടായി, പ്ലസ് Vy മൈനസ് V2 ഡിവൈഡഡ് ബൈ 2 ഈ കറണ്ടായി. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെയാണുള്ളത്? Vy, V1 ആൻഡ് V2. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് Vyനെ മാത്രം V1ൻ്റെയും V2ൻ്റെയും ടേമിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഈ മുകളിലുള്ള Vyസിന് മുഴുവൻ നമുക്ക് എന്ത് കൊടുക്കാം? V1, V2 എന്ന് പറയുന്ന എക്സ്പ്രഷൻസ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉദ്ദേശിച്ച എക്സ്പ്രഷൻസ് നമുക്ക് കിട്ടും. സോ വി ക്യാൻ റൈറ്റ്, ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? Vy by 2 minus V1 by 2 plus Vy by 2S plus Vy by 2 minus V2 by 2 is equal to 0. Vyനെ മുഴുവൻ ഒരു സൈഡിൽ വെക്കുക. സോ Vy ഇൻറ്റു കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 1 by 2 പ്ലസ് 1 by 2S പ്ലസ് 1 by 2. ഈ ടേമിനെ കൺസിഡർ ചെയ്തു, ഈ ടേമിനെ കൺസിഡർ ചെയ്തു, ഈ ടേമിനെ കൺസിഡർ ചെയ്തു, ഈക്വൽ ടു V1 by 2നെയും V2 by 2നെയും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. സോ വി ക്യാൻ റൈറ്റ് V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ 2. ശരിയല്ലേ? 1 by 2 പ്ലസ് 1 by 2 എത്രയാ? 1 പ്ലസ് 1 by 2S എത്രയാ? 1 പ്ലസ് 1 by 2S എന്ത് വരും? 2S പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2S. അപ്പോൾ ഈ എക്സ്പ്രഷൻ എന്ത് വരും? ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് Vy into 2S plus 1 divided by 2S is equal to V1 plus V2 divided by 2. So from this we can write, എന്താ നമുക്ക് ഇതിൽ ഫൈനലായിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? Vyന്റെ എക്സ്പ്രഷൻ in terms of V1 and V2 എഴുതിക്കൂടെ? From this we can write Vy is equal to 2S divided by 2S plus 1 into V1 plus V2 divided by 2. ഓക്കെ, അപ്പോൾ Vyന്റെ എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. V1 പ്ലസ് V2 ബൈ 2 ഇൻറ്റു 2S ഡിവൈഡഡ് ബൈ 2S പ്ലസ് 1. അപ്പോൾ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, രണ്ടിനും ക്യാൻസൽ ചെയ്ത് കളയാം. സോ S ഡിവൈഡഡ് ബൈ 2S പ്ലസ് 1 ഇൻറ്റു V1 പ്ലസ് V2. ഓക്കെ, അപ്പോൾ ഈ സംഭവത്തിന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എവിടെയൊക്കെ Vy ഉണ്ടോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിയ KVL ഇക്വേഷൻസ് നോക്കുക. നമുക്ക് കിട്ടിയ KVL ഇക്വേഷനിൽ ഇവിടെ ഒരു Vy ഉണ്ട്, ഇവിടെ ഒരു Vy ഉണ്ട്. അതിൽ നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ Vyനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സെക്കൻഡ് ഇക്വേഷനിലും Vyനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദ ഫസ്റ്റ് ഇക്വേഷൻ ബിക്കം, എന്താ ഫസ്റ്റ് ഇക്വേഷൻ വരിക? സോ I1 ഈസ് ഈക്വൽ ടു, എന്താ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് നോക്കിയേ? I1 ഈസ് ഈക്വൽ ടു V1 ബൈ 2 പിന്നെ മൈനസ് Vy ബൈ 2. ആ Vy അവിടെ നിൽക്കട്ടെ, ഞാൻ V1ൻ്റെയും V2ൻ്റെയും ടേംസിനെ കളക്ട് ചെയ്ത് എഴുതാം. പ്ലസ് V1 ബൈ 2S പിന്നെ മൈനസ് V2 ബൈ 2S പിന്നെ വരുന്നതാണ് മൈനസ് Vy ബൈ 2. അതിൽ Vyന് പകരം നമ്മൾ എന്താ എഴുതുക? Vyന് പകരം V1 പ്ലസ് V2 ഇൻറ്റു S ബൈ 2S പ്ലസ് 1 എഴുതാം. സോ ഹിയർ V1 പ്ലസ് V2 ഇൻറ്റു
എസ് ബൈ 2s പ്ലസ് 1 എസ് ബൈ അല്ലെങ്കിൽ 1 പ്ലസ് 2s എന്ന് എഴുതാം. അപ്പോൾ വി വൈക്ക് പകരമായി ഇനി വി വൈൻ്റെ കൂടെ ആരാ ഉണ്ടായിരുന്നത്? വി വൈ ഡിവൈഡഡ് ബൈ 2s എന്നാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഒരു 2s കൂടെ വരും. അപ്പോൾ എസ്സും ക്യാൻസൽ ആവും. അപ്പോൾ ദ ഫൈനൽ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്. ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് നോക്കിയേ. ലെഫ്റ്റ് സൈഡിൽ ഈക്വൽ ടു 0 അല്ല, ലെഫ്റ്റ് സൈഡിൽ i1ഉം റൈറ്റ് സൈഡിൽ ആരാ ഉള്ളത്? റൈറ്റ് സൈഡിൽ v1ഉം v2ഉം മാത്രം അല്ലേ. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് v1 ഇൻ ടേംസ് ഓഫ് i1 ആൻഡ് i2 കിട്ടും. i1 in terms of v1 and v2 കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു v1ന്റെ ടേംസിനെ കളക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ v1 ഇൻറ്റു 1/2 പ്ലസ് 1/2s ഇവിടെ വരുന്ന സമയത്ത് മൈനസ് 1/1 പ്ലസ് 2s ഇത്രയും വരും. പിന്നെ v2ന്റെ ടേംസ് എഴുതി കഴിഞ്ഞാൽ മൈനസ് v2 ഇൻറ്റു 1/2s പിന്നെ ഏതാ ടേം വരുന്നത്? പ്ലസ് 1/1 പ്ലസ് 2s. ഓക്കെ, അപ്പോൾ ഇത് തീർന്നിട്ടില്ല. നമുക്ക് വേണ്ടുന്ന എക്സ്പ്രഷൻ എന്താ? i1 ഇൻ ടേംസ് ഓഫ് v1 ആൻഡ് v2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയതും അത് തന്നെയാണ്. അപ്പോൾ അതിന് നടുവിലുള്ള ടേംസിന് കുറച്ച് സിംപ്ലിഫിക്കേഷൻസ് ഉണ്ട്. ആ സിംപ്ലിഫിക്കേഷൻസ് ചെയ്ത് വരുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് കിട്ടുക v1 ഇൻറ്റു, ഞാൻ ആ സിംപ്ലിഫിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണ്, 3s² പ്ലസ് 3s പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4s² plus 2s into v1 minus s² plus 2s plus 1 divided by 4s² plus 2s into v2 എന്ന് കിട്ടും. ഇതില് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത സ്റ്റെപ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? i1ന്റെ ഇവിടെ ഈ ഒരു നോഡ് കൺസിഡർ ചെയ്തിട്ട് അവിടെ KCL അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി. രണ്ടാമത് ഇവിടെ ഒരു നോഡ് കൺസിഡർ ചെയ്തു, അവിടെ KCL അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ടാമതൊരു നോഡൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ രണ്ട് നോഡൽ ഇക്വേഷനും നമുക്ക് വേണ്ടുന്ന രീതിയിൽ തന്നെയാണുള്ളത്. നമുക്ക് വേണ്ടുന്നത് എന്താ? നമുക്ക് വേണ്ടുന്നത് i ഇൻ ടേംസ് ഓഫ് v1 ആൻഡ് v2 ആണ്. അപ്പോൾ രണ്ട് KCL എക്സ്പ്രഷനിലും കിട്ടിയിരിക്കുന്നത് i ഇൻ ടേംസ് ഓഫ് v1 ആൻഡ് v2 ആണ്. പക്ഷെ അവിടെ അഡീഷണൽ ആയിട്ട് ആരുണ്ട്? vy എന്ന് പറയുന്ന ഒരു നോഡ് വോൾട്ടേജ് അഡീഷണൽ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ നോഡ് വോൾട്ടേജിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ നോഡിലെ KCL ഇക്വേഷനും കൂടെ കൺസിഡർ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? vy എന്ന് പറയുന്ന ആൾക്ക് ഒരു എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് v1 ആൻഡ് v2 കിട്ടി. അപ്പോൾ ഇവിടെയുള്ള vyന് മുഴുവൻ ആ എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടേംസിൻ്റെ അകത്ത് ഈ എക്സ്പ്രഷനിലും ഈ എക്സ്പ്രഷനിലും ഒന്നും റൈറ്റ് സൈഡിൽ ആരുണ്ടാവില്ല? vy ഉണ്ടാവില്ല. പകരം എന്തേ ഉണ്ടാവുള്ളൂ? v1 ആൻഡ് v2 ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ എക്സ്പ്രഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട്, അതായത് ഫസ്റ്റ് എക്സ്പ്രഷനെ i1ന്റെ എക്സ്പ്രഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് അതിൽ vyന് പകരം നമുക്ക് കിട്ടിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എഴുതിയതാണിത്. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും? v1ന്റെ ടേംസ് മുഴുവൻ കളക്ട് ചെയ്ത് എഴുതി, v2ന്റെ ടേംസ് മുഴുവൻ കളക്ട് ചെയ്ത് എഴുതി. അപ്പോൾ v1ന്റെ ടേംസ് മുഴുവൻ കളക്ട് ചെയ്ത് എഴുതി, v1നെ നമ്മൾ പുറത്തെടുത്തു. v1നെ നമ്മൾ പുറത്തെടുക്കുന്ന സമയത്ത് ഉള്ളിൽ കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ്. അതായത് 3s² പ്ലസ് 3s പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4s² പ്ലസ് 2s. അതേപോലെ v2ന്റെ ടേംസിനെ മുഴുവൻ കളക്ട് ചെയ്ത് എഴുതി, v2ന്റെ ടേംസിനെ മുഴുവൻ കളക്ട് ചെയ്ത് എഴുതിയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ഉള്ളിൽ കിട്ടുന്ന ടേം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ടേം ആയിരിക്കും, s² പ്ലസ് 2s പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4s² പ്ലസ് 2s. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഇവിടെ ഒരു സൈനിന് ചെറിയ പ്രശ്നമുണ്ട്, ഇവിടെ മൈനസ് സൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഈ എക്സ്പ്രഷനും നമ്മുടെ ഒറിജിനൽ y പാരാമീറ്റേഴ്സിന്റെ ഇക്വേഷനും നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ. y പാരാമീറ്റേഴ്സ് ഇക്വേഷൻ എന്തായിരുന്നു? i1 ഈസ് ഈക്വൽ ടു y11 v1 പ്ലസ് y12 v2 അല്ലേ? ഈ രണ്ട് ഇക്വേഷൻസിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർലി എന്ത് എഴുതാം? ദിസ് റെപ്രസെൻറ്റ്സ് y11 ആൻഡ് ഇവിടെ പ്ലസ് കൊടുത്തിട്ട് ഇതിന് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് റെപ്രസെൻറ്റ്സ് വാട്ട്? y12. അപ്പോൾ ആക്ച്വലി y11 വാല്യൂ ആണിത്, y12 വാല്യൂ ആണിത്. ഓക്കെ, y11ഉം y12ഉം കിട്ടി. ഇനി ഇതേ സ്റ്റെപ്സ് നമ്മൾ ഇപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഈ ഫസ്റ്റ് i1ന്റെ ഇക്വേഷനിൽ vyക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്താണ് നമുക്ക് ആ എക്സ്പ്രഷൻ കിട്ടിയത്. ഇതേ കാര്യങ്ങൾ നമ്മൾ എന്തിനു ചെയ്യാം? ഈ സെക്കൻഡ് ഇക്വേഷനിൽ i2യുടെ എക്സ്പ്രഷനിൽ vyന് പകരം ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, vyന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത് ഇതുപോലൊരു എക്സ്പ്രഷൻ കിട്ടും. അതിലും നമ്മൾ എന്ത് ചെയ്തു? v1നെ കളക്ട് ചെയ്ത് എഴുതി, v2നെ കളക്ട് ചെയ്ത് എഴുതി. ഇതാ v1ന്റെ ടേംസ് മുഴുവൻ ഒരുമിച്ച് എഴുതി, v2ന്റെ ടേംസ് മുഴുവൻ ഒരുമിച്ച് എഴുതി.
എന്നിട്ട് നമ്മൾ V1-ന്റെ ഉള്ളിലുള്ള ടേംസിനെ കൺസിഡർ ചെയ്തു, V2-ന്റെ ഉള്ളിലുള്ള ടേംസിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് -V1 എന്നുള്ളത് ഇവിടെ പ്ലസ് ആക്കിയിട്ട് ഇവിടെ മൈനസ് കൊടുക്കാം. കാരണം നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലകത്ത് പ്ലസ് ടേംസ് അല്ലേ ഉള്ളത്, നടുവിൽ പ്ലസ് അല്ലേ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ആക്ച്വലി ഇതായിരിക്കും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മുടെ രണ്ടാമത്തെ y പാരാമീറ്റേഴ്സ് ഇക്വേഷൻ എന്താ? I2 ഈസ് ഈക്വൽ ടു y21 v1 പ്ലസ് y22 v2. രണ്ടാമത്തെ എക്സ്പ്രഷനുമായിട്ട് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ലെഫ്റ്റ് സൈഡിൽ I2, ലെഫ്റ്റ് സൈഡിൽ I2, റൈറ്റ് സൈഡിൽ V1 V2, റൈറ്റ് സൈഡിൽ V1 and V2. So we can clearly say this is the expression for y21 and this is the expression for y22. അപ്പോൾ ഈ y11, y12, y21, y22 these are the admittance parameters അല്ലേ? അപ്പോൾ നമുക്ക് admittance parameters ഇവിടെ കിട്ടി. പക്ഷേ നിങ്ങൾ ശരിക്കും ഇത്രയും ചെയ്യേണ്ട ഈ ഒരു സ്റ്റെപ്പ് വരെ ചെയ്തിട്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y11ഉം y12ഉം കിട്ടി. നമ്മൾ ഈ നെറ്റ്വർക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്? അതൊരു സിമെട്രിക് നെറ്റ്വർക്കാണ്. നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് നോക്കിയാലും റൈറ്റ് സൈഡ് നോക്കിയാലും ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമെട്രിക്കൽ അല്ലേ? സർക്യൂട്ടിന്റെ നേച്ചർ അങ്ങനെയല്ലേ? ഇത് നല്ല സിമെട്രി ഉള്ള നെറ്റ്വർക്കാണ്, കണ്ടു കഴിഞ്ഞാൽ തന്നെ സിമെട്രിക് നെറ്റ്വർക്കാണ്. അപ്പോൾ ശരിക്കും അങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടുന്ന് ഒരു കറണ്ട് വരുന്നു, ആ കറണ്ട് രണ്ട് ബ്രാഞ്ചിൽ കൂടെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിൽ ഒരു ബ്രാഞ്ച് 2 ohm ആണ്, ഒരു ബ്രാഞ്ച് 2s ആണ്. അവിടുന്ന് വരുന്ന കറണ്ടിനെ നോക്ക്, അതും രണ്ട് ബ്രാഞ്ചിൽ കൂടെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അവിടെ ഒരു കറണ്ട് 2 ohmൽ കൂടെ പോകുന്നു, മറ്റേ കറണ്ട് 2sൽ കൂടെ പോകുന്നു. അപ്പോൾ ആക്ച്വലി സിമെട്രിക് നെറ്റ്വർക്ക് ആണ്. സിമെട്രിക് നെറ്റ്വർക്ക് ആണെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഇംപിഡൻസ് പാരാമീറ്ററിന്റെ റിലേഷൻ എന്താ? Z11 ഷുഡ് ബി ഈക്വൽ ടു Z22 അല്ലേ? ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഈ കണ്ടീഷൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ Z11 ഈസ് ഈക്വൽ ടു Z22 ആണെങ്കിൽ Z-നെ നമുക്ക് ഇൻ ടേംസ് ഓഫ് y റെപ്രസെന്റ് ചെയ്തൂടെ? 1/y ആണ് Z എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് 1/y1 is equal to 1/y22 which implies y22 is equal to y11. അപ്പോൾ സിമെട്രിക് നെറ്റ്വർക്ക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? y22 is equal to y11 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് y11 കിട്ടി. അപ്പോൾ y11 കിട്ടിക്കഴിഞ്ഞാൽ സിമെട്രിക് നെറ്റ്വർക്കിന് അത് തന്നെയായിരിക്കും y22. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ നേരായ രീതിയിൽ നമ്മൾ സ്റ്റെപ്പ് എഴുതി ചെയ്തതിൻ്റെ ആൻസർ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൽ y11ഉം y22 ഒന്ന് നോക്കിയേ. s² + 3s + 1 s² + 3s + 1 4s² + 2s 4s² + 2s അല്ലേ? അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ രണ്ട് സംഭവങ്ങൾ ഇത് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി y22ഉം കിട്ടും. ഇനി ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ നെറ്റ്വർക്കാണ്. ഏത് RLC നെറ്റ്വർക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അത് റെസിപ്രോക്കൽ നെറ്റ്വർക്കാണ്. ഏത് RLC നെറ്റ്വർക്ക് കൺസിഡർ ചെയ്താലും അത് റെസിപ്രോക്കൽ നെറ്റ്വർക്ക് ആണ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് ഇത് RLC നെറ്റ്വർക്ക് അല്ലേ? ആറും എല്ലും സി ഇവിടെ ഇല്ല, ആറും എല്ലും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എല്ലാ പാസീവ് നെറ്റ്വർക്കും റെസിപ്രോക്കൽ നെറ്റ്വർക്കാണ്. അപ്പോൾ ഇതിൽ റെസിപ്രോസിറ്റി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെസിപ്രോസിറ്റിയുള്ള കണ്ടീഷൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പഠിച്ചില്ലേ? എന്തായിരുന്നു റെസിപ്രോസിറ്റി കണ്ടീഷൻ? Z12 ഈക്വൽ ടു Z21. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 1/y12 ഈക്വൽ ടു 1/y21. അതിനെ നമുക്ക് തിരിച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y21 ഈസ് ഈക്വൽ ടു y12 എന്ന് എഴുതി കൂടെ? അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു കണ്ടീഷൻ റെസിപ്രോക്കൽ നെറ്റ്വർക്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓൾറെഡി ഇവിടെ y12 കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് എന്ത് പറയാം? y12 ഈസ് ഈക്വൽ ടു y21 എന്ന് പറയാം. അപ്പോൾ y11ഉം y12ഉം കിട്ടിയ ഉടനെ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? y22ഉം y21ഉം കണ്ടുപിടിക്കാം. ബിക്കോസ് ദ നെറ്റ്വർക്ക് ഈസ് സിമെട്രിക് ആൻഡ് ദ നെറ്റ്വർക്ക് ഈസ് റെസിപ്രോക്കൽ. കൂടാതെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അങ്ങനെ കൺവിൻസിങ് അല്ലെങ്കിൽ നേരെ ഇക്വേഷൻസ് നോക്കാൻ നേരായ രീതിയിൽ ചെയ്തു വരാം. നേരായ രീതിയിൽ ചെയ്തു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇക്വേഷൻസ് കിട്ടും. ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻസിനെ കമ്പയർ ചെയ്യുക. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. y12 ഇതല്ലേ, y21 ഇതല്ലേ, സെയിം അല്ലേ? -s² + 2s + 1 -s² + 2s + 1 ഡിനോമിനേറ്ററിൽ 4s² + 2s ഡിനോമിനേറ്ററിൽ 4s² + 2s. ഓക്കെ, അപ്പോൾ ആക്ച്വലി y പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്ന സമയം ഏത് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് ഇതാണ്. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പാരാമീറ്റേഴ്സിൻ്റെ ഇക്വേഷൻ ഫോമിൽ എഴുതുക. ഇക്വേഷൻ ഫോമിൽ എഴുതിയിട്ട് ഒരു സൈഡിൽ ഏത് പാരാമീറ്റർ വരണം, മറ്റേ സൈഡിൽ ഏത് പാരാമീറ്റർ ഏത് വോൾട്ടേജസ് ഓർ കറൻസ് വരണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അത് വരുന്ന രീതിയിലുള്ള ഇക്വേഷൻസ് കിട്ടുന്ന രീതിയിൽ സർക്യൂട്ടിൽ അനാലിസിസ് നടത്തുക. അപ്പോൾ ചില സമയത്ത് നമുക്ക് നോഡലോ മെഷോ KVLോ KCLോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വിചാരിച്ച രീതിയിലുള്ള റെസ്പോൺസ് ആയിരിക്കില്ല കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ റെസ്പോൺസിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന രീതിയിലേക്ക് മാറ്റുക. അതിനുശേഷം സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? എല്ലാ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Two identical sections of the following network are connected in series parallel combination. Determine the hybrid parameters.
അപ്പോൾ ഇവിടെ ഇനി ചോദിക്കാൻ ഒരു പാരാമീറ്ററും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, ഹൈബ്രിഡ് പാരാമീറ്റർ അല്ലെങ്കിൽ എച്ച് പാരാമീറ്റർ. അതും ഇവിടെ ചോദിച്ചു. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെറ്റ്വർക്കിനെ, അതായത് ഇങ്ങനെ ഒരു സംഭവം തന്നിട്ടില്ലേ, ഈ ഒരു നെറ്റ്വർക്കിനെ തന്നെ സീരീസ് പാരലൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്തിട്ട് എച്ച് പാരാമീറ്റർ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിന്റെ എച്ച് പാരാമീറ്റർ കാണിക്കാൻ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയല്ല. ഈ ഒരു നെറ്റ്വർക്കിനെ സീരീസ് പാരലൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഹൈബ്രിഡ് പാരാമീറ്റർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ആക്ച്വലി ഇത് ചെറിയ രീതിയിൽ ഒരു ഔട്ട് ഓഫ് സിലബസ് ആണ്. കാരണം സീരീസ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. നമുക്ക് ശരിക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ പാരാമീറ്റേഴ്സ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റെപ്സ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ സീരീസ് പാരലൽ കോമ്പിനേഷനിൽ ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളത് ആദ്യം പറയാം. അപ്പോൾ സീരീസ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ ഈ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്താൽ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. ആക്ച്വലി നിങ്ങൾക്ക് ഇവിടുന്ന് മുതൽ ഇവിടം വരെ ഈ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ നെറ്റ്വർക്ക് തന്നെയാണ്. ആ നെറ്റ്വർക്കിൽ ഈ ഒരു പോയിന്റ്, ഔട്ട്പുട്ട് പോയിന്റിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, സെയിം നെറ്റ്വർക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് സീരീസ് അല്ലേ. ഈ നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് സൈഡിൽ വീണ്ടും രണ്ടാമത്തെ ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. കൂടാതെ ഒരു പാരലൽ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വിൽ ബിക്കം സീരീസ് പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ ഇതാണ് ആക്ച്വലി സീരീസ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്കിലും V1, I1, V2, I2 നമുക്ക് മാർക്ക് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ എച്ച് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ ഇത്തിരി പാടാണ് അല്ലേ. ഈ നെറ്റ്വർക്കിനെ സിംപ്ലിഫൈ ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ അതിന് മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ അതിന് പകരം നമുക്ക് ഒരേ നെറ്റ്വർക്കിനെ തന്നെയാണ് നമ്മൾ സീരീസ് പാരലൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിൻ്റെ എച്ച് പാരാമീറ്റർ നമുക്കറിയാമെങ്കിൽ ഇതിനെ തന്നെയാണ് വീണ്ടും നമ്മൾ സീരീസ് പാരലൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് കോമ്പിനേഷൻ്റെ സെപ്പറേറ്റ് എച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് അറിയാമെങ്കിൽ ടോട്ടൽ എച്ച് പാരാമീറ്റർ എന്ന് പറയുന്നത് ആദ്യത്തെ കോമ്പിനേഷൻ പ്ലസ് രണ്ടാമത്തെ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു നെറ്റ്വർക്കിന്റെ എച്ച് പാരാമീറ്റർ തന്നിട്ട് വീണ്ടും അതേ എച്ച് പാരാമീറ്റർ വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സീരീസ് പാരലൽ കോമ്പിനേഷൻ നെറ്റ്വർക്കിന്റെ എച്ച് പാരാമീറ്റേഴ്സ് കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിന്റെ എച്ച് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എച്ച് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ, എങ്ങനെയാണ് നമ്മൾ എച്ച് പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്യാം? എച്ച് പാരാമീറ്റേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ V1 ഈസ് ഈക്വൽ ടു H11 I1 പ്ലസ് H12 V2. അതായത് ഇൻപുട്ട് സൈഡിൽ വോൾട്ടേജ്, റൈറ്റ് സൈഡിൽ കറണ്ടും വോൾട്ടേജും രണ്ടും വരുന്നുണ്ട്. സോ നെക്സ്റ്റ് ഇക്വേഷൻ എന്തായിരിക്കും? നെക്സ്റ്റ് ഇക്വേഷൻ ഈസ് I2 ഈസ് ഈക്വൽ ടു H21 I1 പ്ലസ് H22 V2. Okay, so V1 is equal to H11 I1 plus H12 V2. Similarly, I2 is equal to H21 I1 plus H22 V2. ഇതാണ് എച്ച് പാരാമീറ്റേഴ്സിനെ റിലേറ്റ് ചെയ്യുന്ന പാരാമീറ്റർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു 2 പോർട്ട് നെറ്റ്വർക്കിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എച്ച് പാരാമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? സീരീസ് പാരലൽ കോമ്പിനേഷൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഈ ഒരു നെറ്റ്വർക്കിനെ തന്നെ സീരീസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്കിൻ്റെ എച്ച് പാരാമീറ്റർ കണ്ടുപിടിക്കും. എന്നിട്ട് ഇതേ സെക്ഷൻ തന്നെ വീണ്ടും കണക്ട് ചെയ്യുന്ന കാരണം ഇതേ എച്ച് പാരാമീറ്ററിനെ രണ്ടാമത് കൺസിഡർ ചെയ്യും, രണ്ടിനെയും നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫൈനൽ എച്ച് പാരാമീറ്റേഴ്സ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ എച്ച് പാരാമീറ്റേഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ എച്ച് പാരാമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ വീണ്ടും എന്ത് എഴുതണം? ഇതിൻ്റെ ഈ ഏതെങ്കിലും ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് നോക്കുക, ഏതെങ്കിലും ഒരു അനാലിസിസ് അപ്ലൈ ചെയ്ത് നോക്കുക. അനാലിസിസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വോൾട്ടേജും കറണ്ടും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻസ് നമുക്ക് വേണ്ടുന്ന രീതിയിലാണോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ നെറ്റ്വർക്കിൽ നമുക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് ആണല്ലോ. ഇതിൻ്റെ അകത്ത് നമുക്കറിയാവുന്ന KVL അപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, മൈനസ് പ്ലസ് എന്ന് പറയുന്ന പൊളാരിറ്റിയിൽ V1 എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ട് ഇൻപുട്ട് സൈഡിൽ. ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ I1 എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്ലസ് മൈനസ് ഡയറക്ഷനിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാവും. ദാറ്റ് ഡ്രോപ്പ് വാല്യൂ ഈസ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. എത്രയാ? I1 × 2 ആണല്ലോ. സിമിലർലി ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയും ഒരു ഡ്രോപ്പ് ഉണ്ടാവും പ്ലസ് മൈനസ് ഡയറക്ഷനിൽ. അപ്പോൾ ആ 1 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയായിരിക്കും? ഒരു 1 ആംപിയർ I1 എന്ന് പറയുന്ന കറണ്ട് ഇവിടെ എത്തിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സിമിലർലി ഇവിടുന്ന് ഒരു I2 വരുന്നില്ലേ? അപ്പോൾ ഇതിൽ കൂടെയുള്ള കറണ്ട് എന്തായിരിക്കും? I1 പ്ലസ് I2 ആയിരിക്കുമല്ലോ. സോ വി ക്യാൻ റൈറ്റ് KVL ഇക്വേഷൻസ് ഇൻ ദിസ് ലൂപ്പ്. ഈ ലൂപ്പിൽ നമ്മളൊരു KVL ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. എന്താ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു നോക്കിയേ. ഈ ലൂപ്പിനെ മെഷിന് വേണമെങ്കിൽ നമുക്ക് മെഷ് 1 എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? മെഷ് 1 KVL അപ്ലൈ ആണ്. മെഷ് 1 KVL അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാട്ട് വി വിൽ ഗെറ്റ് ഒന്ന് നോക്കിയേ. V1 എങ്ങനെയാണ് നമ്മൾ KVL എഴുതുക?
വോൾട്ടേജ് ഡ്രോപ്പിനെ മുഴുവൻ ആൾജിബ്രായിക് സം ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. അതിൽ മൈനസ് പ്ലസ് വോൾട്ടേജ് വരുന്നതിന് ഒരു പൊളാരിറ്റിയിൽ എടുക്കും, പ്ലസ് മൈനസ് വോൾട്ടേജ് വരുന്നതിന് വേറൊരു പൊളാരിറ്റിയിൽ എടുക്കും. ഞാൻ സാധാരണ മൈനസ് പ്ലസിന് പോസിറ്റീവായിട്ടും പ്ലസ് മൈനസിനും നെഗറ്റീവായിട്ടും എടുക്കുക. സോ വി ക്യാൻ റൈറ്റ് മൈനസ് പ്ലസ് ആയതുകൊണ്ട് V1, അടുത്തത് പ്ലസ് മൈനസ് ആണ് അടുത്ത ഡ്രോപ്പ്. സോ മൈനസ് കറണ്ട് എത്രയാ I1, റെസിസ്റ്റൻസ് എത്രയാ 2 Ohm. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് എത്രയാ I1 × 2 ആയിരിക്കില്ലേ ഈ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. സിമിലർലി ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയായിരിക്കും, ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I1 പ്ലസ് I2 ഇൻറ്റു ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാ 1 Ohm. സോ വി ക്യാൻ റൈറ്റ് മൈനസ് I1 പ്ലസ് I2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, V1 ഈസ് ഈക്വൽ ടു I1 × 2 plus I1 plus I2. So this equation becomes 3I1 plus I2 equal to V1. So V1 is equal to 3I1 plus I2. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയത് കൊണ്ട് നമുക്ക് വേണ്ടുന്ന ഫോമാറ്റിൽ അതായിട്ടില്ല അല്ലേ. ആക്ച്വലി നോക്കിയാൽ നമുക്ക് വേണ്ടുന്ന ഫോമാറ്റിൽ ലെഫ്റ്റ് സൈഡിൽ V1 ഉണ്ട്, നമുക്ക് കിട്ടിയ ഇക്വേഷനിലും ലെഫ്റ്റ് സൈഡിൽ V1 ഉണ്ട്. പക്ഷേ റൈറ്റ് സൈഡിൽ I1 I2 ആണ് ഇവിടെ. പക്ഷേ റൈറ്റ് സൈഡിൽ I1 ഉം V2 ആണ്, ഇതിൽ V2 ഇല്ല. അപ്പോൾ നമ്മൾ V2 കൊണ്ടുവരണം. അപ്പോൾ V2 ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ അതേപോലെ എന്ത് അപ്ലൈ ചെയ്താൽ മെഷ് 2ലും നമ്മൾ KVL അപ്ലൈ ചെയ്യാം. അപ്പോൾ മെഷ് 2ൽ KVL അപ്ലൈ ചെയ്യുന്ന സമയത്ത് സോ മെഷ് 2 KVL എന്ത് കിട്ടും ഒന്ന് നോക്കിയേ. മെഷ് 2ൽ KVL അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ നമുക്ക് കിട്ടുക, വോൾട്ടേജ് V2 ഉണ്ട്, V2 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാമെന്ന് പറഞ്ഞേ. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാ I2 ഇതിൽ കൂടെ പോകുമ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും അല്ലേ. സിമിലർലി ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാ I2 ഇങ്ങനെ വരുന്നുണ്ട്, I1 ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ I1 പ്ലസ് I2 വോൾട്ടേജ് പൊളാരിറ്റി എങ്ങനെയാ, വോൾട്ടേജ് പൊളാരിറ്റി ഇങ്ങനെ. എന്തുകൊണ്ടാണ് നമ്മൾ എടുത്ത മെഷ് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്ന മെഷിന്റെ ഡയറക്ഷനിൽ വേണം നമ്മൾ എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ, സോ V2 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, I2 × 2 പ്ലസ് I1 പ്ലസ് I2 × 1 അല്ലേ. സോ വി ക്യാൻ റൈറ്റ് 2I2 പ്ലസ് I1 പ്ലസ് I2. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്, I1 പ്ലസ് 3I2. ഓക്കെ, സോ ദിസ് ഈസ് V2. ഇനി ഈ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ ഇല്ലേ, ഇപ്പോൾ കിട്ടിയ എക്സ്പ്രഷൻ, ഈ എക്സ്പ്രഷനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് ഈ I2ൻ്റെ ടേം ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിൽ. സോ വി ക്യാൻ റൈറ്റ് 3I2 ഈസ് ഈക്വൽ ടു എന്ത് വരും, 3I2 ഈസ് ഈക്വൽ ടു V2 മൈനസ് I1 വിച്ച് ഇംപ്ലൈസ് I2 ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഈ I1നെ ഞാൻ ആദ്യം എഴുതുകയാണേ, മൈനസ് I1 അല്ലേ. സോ മൈനസ് 1/3 I1 പ്ലസ് 1/3 V2. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. നിങ്ങൾ ഈ കിട്ടിയ എക്സ്പ്രഷനും ഇവിടെ എഴുതിയ I2ൻ്റെ എക്സ്പ്രഷനും ഒന്ന് കമ്പയർ ചെയ്തേ, സെയിം അല്ലേ. അതായത് ലെഫ്റ്റ് സൈഡിൽ I2 ലെഫ്റ്റ് സൈഡിൽ I2, റൈറ്റ് സൈഡിൽ I1 ഉം V2ൻ്റെ കോമ്പിനേഷൻ, റൈറ്റ് സൈഡിൽ I1 ഉം V2ൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് ടേം, ഈ ടേം എന്തായിരിക്കും, ദിസ് റെപ്രസെൻറ്റ്സ് H21. Similarly, this represents H22. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ H21ഉം H22ഉം നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ സംഭവം നമുക്ക് കിട്ടേണ്ട എക്സ്പ്രഷൻ്റെ കേസ് എന്തായിരുന്നു, നമ്മൾ പ്രശ്നം എവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റിയത്, നമുക്ക് ഈ ഫസ്റ്റ് എക്സ്പ്രഷനിലായിരുന്നു പ്രശ്നം പറ്റിയത്. ആ ഫസ്റ്റ് എക്സ്പ്രഷൻ്റെ അകത്ത് V1 ഈസ് ഈക്വൽ ടു 3I1 പ്ലസ് I2 എന്നാണ് നമുക്ക് ഇവിടെ എക്സ്പ്രഷൻ കിട്ടിയത് അല്ലേ. ഈ എക്സ്പ്രഷനെ നമുക്ക് V1ൻ്റെ ടേംസിൽ കിട്ടണം, പക്ഷെ I1 ആൻഡ് V2ൻ്റെ ടേംസിൽ കിട്ടണം, പക്ഷെ ഇവിടെ I1 ആൻഡ് I2ൻ്റെ ടേംസിനാണുള്ളത്. അപ്പോൾ ഈ I2 എന്ന് പറയുന്ന ആളെ എലിമിനേറ്റ് ചെയ്തിട്ട് ഇൻ ടേംസ് ഓഫ് V2 ആക്കാൻ പറ്റുമോ നോക്കണം. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഇക്വേഷനിൽ എന്താ I2, റൈറ്റ് സൈഡിൽ എന്താ I1ഉം V2. ഈ ഇക്വേഷനെ നേരെ ഇതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ I2 പോവും. I2ന് പകരം എന്ത് വരും, I1ഉം V2ഉം വരും. നമുക്ക് വേണ്ടുന്നത് എന്താ, V1 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് V2. അപ്പോൾ ക്ലിയർ ആയേ. അപ്പോൾ ഈ ഇക്വേഷൻ I2ൻ്റെ ഇക്വേഷൻ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, V1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ക്യാൻ റൈറ്റ് V1 ഈസ് ഈക്വൽ ടു എന്തെഴുതാം, V1 ഈസ് ഈക്വൽ ടു 3I1 പ്ലസ് I2ന് പകരം എന്തെഴുതാം, പ്ലസ് I2ന് പകരം ഈ എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് -1/3 ഇൻറ്റു I1 പ്ലസ്
1/3 ഇൻറ്റു V2. റെഡി അല്ലേ? ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് I1 മൈനസ് 1/3 ടൈംസ് I1 പ്ലസ് 1/3 ടൈംസ് V2. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ I1നെ കോമൺ ആയിട്ട് എടുക്കുക. I1നെ കോമൺ ആക്കി എടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ. I1 കോമൺ ആക്കി എടുക്കുമ്പോൾ എന്താ പറയുക? 3 മൈനസ് 1/3. അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 ഇൻറ്റു 3 മൈനസ് 1 ദാറ്റ് ഈസ് 8/3. സോ I2 അല്ല, സോറി I1 അല്ലേ, I1 ഇൻറ്റു 8/3 പ്ലസ് 1/3 ഇൻറ്റു V2. ഈ കിട്ടിയ എക്സ്പ്രഷൻ ദാറ്റ് ഈസ് നമുക്കിപ്പോൾ കിട്ടിയ എക്സ്പ്രഷൻ ഒന്നും കൂടെ എടുത്തെഴുതാം. V1 ഈസ് ഈക്വൽ ടു 8/3 I1 പ്ലസ് 1/3 V2. ഈ കിട്ടിയ എക്സ്പ്രഷനും ഈ എക്സ്പ്രഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ലെഫ്റ്റ് സൈഡിൽ V1, ലെഫ്റ്റ് സൈഡിൽ V1, റൈറ്റ് സൈഡിൽ ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് V2, റൈറ്റ് സൈഡിൽ ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് V2. സെയിം അല്ലേ? സോ വി ക്യാൻ ക്ലിയർലി സേ, എന്താ നമുക്ക് പറയാൻ പറ്റുക? ദിസ് റെപ്രസെൻറ്റ്സ് H21 ആൻഡ് ദിസ് റെപ്രസെൻറ്റ്സ് H22 അല്ലേ? അപ്പോൾ നമുക്ക് H11, H12, H21, H22 എല്ലാത്തിൻ്റെയും വാല്യൂ കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ആ വാല്യൂസ് നമ്മൾ ഇവിടെ എടുത്തെഴുതി കഴിഞ്ഞാൽ സോ വി ക്യാൻ റൈറ്റ് ഇപ്പോൾ കിട്ടിയ H പാരാമീറ്റേഴ്സിനെ നമ്മൾ തൽക്കാലം H' എന്ന് വിളിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് സീരീസ് പാരലൽ കോമ്പിനേഷൻ്റെ നെറ്റ്വർക്ക് പാരാമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വലി നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച നെറ്റ്വർക്ക് പാരാമീറ്റർ എന്താ? ഈ ഒരു നെറ്റ്വർക്കിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് കണ്ടുപിടിച്ച നെറ്റ്വർക്ക് പാരാമീറ്ററാണ്. സോ H' ക്യാൻ ബി റിട്ടേൺ എങ്ങനെയാണ് നമ്മൾ മാട്രിക്സ് ഫോമിൽ എഴുതുക? H11, H12, H21 ആൻഡ് H22. സോ ദിസ് ഈസ് ഈക്വൽ ടു എത്രയൊക്കെയാണ് നമുക്ക് വാല്യൂ കിട്ടിയത്? H11ഉം H12ഉം നമുക്ക് എത്രയാണ് കിട്ടിയത്? 8/3 ആൻഡ് 8/3. സോറി, ഇവിടെ ഞാൻ എന്താ എഴുതി? H21 ആൻഡ് H22. H21 ആൻഡ് H22 അല്ലല്ലോ, ഇത് H11 ആൻഡ് H12 അല്ലേ? നമ്മൾ ഈ കമ്പയർ ചെയ്യുന്ന ഈ ഇക്വേഷനും അല്ലേ? അപ്പോൾ H11 ആണ് ഇത്. അതേപോലെ 1/3 എന്ന് പറയുന്നത് എന്താ? H12 ആണ്. H21ഉം H22 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ H11 8/3, മറ്റേത് 1/3. ഇനി H21 എത്രയാണെന്ന് നോക്കിയേ. H21 എന്ന് പറയുന്നത് -1/3. സിമിലർലി H22 എന്ന് പറയുന്നത് 1/3. ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് നെറ്റ്വർക്കിനെ മാത്രം സിംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന H പാരാമീറ്റർ. ഇതേ നെറ്റ്വർക്കിനെ വീണ്ടും നമ്മൾ സീരീസ് പാരലലായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് രണ്ടാമതൊരു H കിട്ടും. ആ രണ്ടാമത്തെ H" എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? 8/3, 1/3, -1/3 ആൻഡ് 1/3 ആയിരിക്കും. ഇനി നമ്മുടെ ടോട്ടൽ H എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ H ഫോർ സീരീസ് പാരലൽ കോമ്പിനേഷൻ വിൽ ബി H' പ്ലസ് H'. അപ്പോൾ ഇതിനെയും അതിനെയും തമ്മിൽ കൂട്ടുക. എന്നിങ്ങനെ ഒരു എലിമെന്റ് വൈസ് അഡീഷൻ. 8/3 പ്ലസ് 8/3 എത്രയാ? 16/3. 1/3 പ്ലസ് 1/3 എത്രയാ? 2/3. -1/3 പ്ലസ് -1/3 -2/3. 1/3 പ്ലസ് 1/3 2/3. So this is the final expression for H parameter for series parallel combination. അപ്പോൾ ആക്ച്വലി നമ്മൾ ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ സീരീസ് പാരലൽ കോമ്പിനേഷൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും ജസ്റ്റ് എന്ത് ചെയ്ത് വെക്കുക? ഈ ഒരു നെറ്റ്വർക്കിനെ സിംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കുക? H പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കാരണം H പാരാമീറ്റേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ്വർക്കിൻ്റെ H പാരാമീറ്റർ കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. കാരണം H പാരാമീറ്റർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എന്താണെന്നുള്ളത് അറിയാമെന്നുള്ളത് നോക്കുന്ന ആൾക്ക് മനസ്സിലാവും. അപ്പോൾ H പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? H പാരാമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം H പാരാമീറ്റേഴ്സിൻ്റെ ഇക്വേഷൻ എഴുതി. H പാരാമീറ്റേഴ്സിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് വരുന്ന ടേംസ് എങ്ങനെയാണെന്ന് നോക്കി. ലെഫ്റ്റ് സൈഡിൽ എന്ത് വരുന്നു, റൈറ്റ് സൈഡിൽ എന്ത് വരുന്നു നോക്കി. അത് പ്രകാരം നമ്മൾ ഈ സർക്യൂട്ടിനകത്ത് എന്ത് അപ്ലൈ ചെയ്തു? KVL അപ്ലൈ ചെയ്തു. KVL അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്പ്രഷൻസ് കിട്ടി. ഫസ്റ്റ് കിട്ടിയ എക്സ്പ്രഷൻ നമുക്ക് വേണ്ടുന്ന രീതിയിലായിരുന്നില്ല. സെക്കൻഡ് കിട്ടിയ എക്സ്പ്രഷൻ നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് കിട്ടി. റീഅറേഞ്ച് ചെയ്തപ്പോൾ വേണ്ടുന്ന രീതിയിൽ കിട്ടി. സെക്കൻഡ് എക്സ്പ്രഷനെ ഫസ്റ്റ് ഇടുന്ന സമയത്ത് നമുക്ക് 4 പാരാമീറ്റേഴ്സും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ this is how we can calculate the H parameter for the entire circuit. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 5 ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.